ഞാൻ ഡോക്ടർ ആൽഫി ക്രിസ്ത്യൻ തോമസ്, ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഡെവലപ്മെന്റൽ പീഡിയാട്രിഷ്യനായി വർക്ക് ചെയ്യുന്നു. ഏപ്രിൽ 2 വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ ആയി നാം ആചരിക്കുകയാണല്ലോ. ഈ അവസരത്തിൽ ഓട്ടിസം എന്നാൽ എന്ത് എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓട്ടിസം ഉള്ള ഒരു കുട്ടിയിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് മാതാപിതാക്കളും രക്ഷിതാക്കളും അവർക്ക് എങ്ങനെ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം. തീരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ശിശുക്കൾ കണ്ണുകൾ കൊണ്ട് സമ്പർക്കം പുലർത്താതിരിക്കുക, പിന്നീട് സംസാരിക്കുവാനായി കാലതാമസം നേരിടുക അല്ലെങ്കിൽ ഭാഷാവിനിമയത്തിനായി താമസം നേരിടുക, ആവർത്തിച്ചുള്ള പെരുമാറ്റങ്ങൾ കാണിക്കുക, തനിയെ നിന്ന് വട്ടം കറങ്ങുന്ന സ്വഭാവം, കൈകൾ കൊണ്ട് ഫ്ലാപ്പ് ചെയ്യുക, ഇങ്ങനെ എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള ലക്ഷണങ്ങൾ കുട്ടികൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഇത് മാതാപിതാക്കളുടെയോ രക്ഷിതാക്കളുടെയോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ കുഞ്ഞിന് കൂടുതൽ വിലയിരുത്തൽ നടത്തേണ്ടതാണ്. അങ്ങനെ വിലയിരുത്തൽ നടത്തി ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങൾ തന്നെയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ കുട്ടിക്ക് ആവശ്യമായ തെറാപ്പികളോ സ്റ്റാൻഡേർഡ് കെയറോ കൊടുത്തു കഴിയുമ്പോൾ വളരെ ചെറുപ്രായത്തിലെ ഡിറ്റക്ട് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് അവരുടെ ബുദ്ധിവികാസത്തിലും അതുപോലെ പിന്നീടുള്ള വളർച്ചയ്ക്കും കാര്യമായ പുരോഗതി നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. എൻ്റെ പേര് ഹന്ന നെൽസൺ. ഞാൻ ബിലീവേഴ്സ് സ്നേഹാദ്രം CDCയിലെ സ്പീച്ച് തെറപ്പിസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നു. ഇന്ന് വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ ആയിട്ട് ആഘോഷിക്കുകയാണ്. ഒരു സ്പീച്ച് തെറപ്പിസ്റ്റ് എന്ന നിലയിൽ ഒരുപാട് കഴിവുകളുള്ള ഓട്ടിസം കുട്ടികളുമായിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അവരുടെ കഴിവുകളും വെല്ലുവിളികളും ലോകത്തെ പറ്റിയുള്ള വളരെ മനോഹരമായ കാഴ്ചപ്പാടുകളും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും അറിയാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓട്ടിസം എന്ന് പറയുന്നത് ഒരു ന്യൂനതയല്ല, അതേസമയം ഒരുപാട് കഴിവുകളുടെ ഒരു മനോഹരമായ കൂട്ടമാണ്. ഈ കുട്ടികളെ നമ്മൾ എങ്ങനെ ഇവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം, സഹായിക്കാം എന്നുള്ളതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. അതിന് 5 അടിസ്ഥാന ഘടകങ്ങൾ അഥവാ 5 പില്ലേഴ്സാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്നാമത്തെ ഘടകമെന്ന് പറയുന്നത്, ഒന്നാമത്തെ പില്ലർ എന്ന് പറയുന്നത് അവരവരുടെ ആവശ്യങ്ങളും ഇമോഷൻസും നമ്മളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. 2, അവർ ഒരു സമൂഹത്തിൽ പോയാൽ, വേറൊരു സ്ഥലത്ത് പോയാൽ എങ്ങനെ പെരുമാറണം എന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. 3, അവർ കൂട്ടുകൂടാൻ, അവരുടെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുടെ കൂടെ കൂട്ടുകൂടാനായിട്ട് നമ്മൾ അവരെ സഹായിക്കണം. അങ്ങനെയുള്ളിടത്ത് അവരെ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഡേ കെയറിലോ അല്ലെങ്കിൽ ഒരു ഫാമിലി ഫംഗ്ഷനോ കൊണ്ടുപോയിട്ട് അവർ ആ കുട്ടികളുടെ കൂടെ കൂട്ടുകൂടാൻ വേണ്ടിയിട്ട് നമ്മൾ എൻകറേജ് ചെയ്യണം. 4, നമ്മൾ സ്പീച്ച് തെറപ്പിസ്റ്റ്, അതുപോലെ തന്നെ ഒക്യുപ്പേഷൻ തെറപ്പിസ്റ്റ്, ഫിസിയോതെറപ്പിസ്റ്റ്, പീഡിയാട്രിഷ്യൻ, അങ്ങനെ ഒരു വലിയ ടീം തന്നെ ഇതിന് പുറകിലുണ്ടാവും. അവരുടെ സഹായത്തോടു കൂടി അവർ തരുന്ന ഗോൾസ്, നമ്മൾ അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരു തെറപ്പി സെറ്റിങ്ങിലോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിനുള്ളിലോ ഒതുങ്ങിപ്പോകാതെ ആ ഗോൾസിനെ നമ്മൾ അല്ലെങ്കിൽ ആ കാര്യങ്ങളെ പഠിച്ച കാര്യങ്ങളെ നമ്മൾ മറ്റ് സമൂഹ സാഹചര്യങ്ങളിൽ അവരെയും കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് ഇടവരണം. നമ്മൾ അതിനും അവരെ എൻകറേജ് ചെയ്യണം. 5, ഇവരുടെയൊക്കെ സഹായത്തോടു കൂടെ തന്നെ നമ്മുടെ കുട്ടികളെ സ്കൂളിൽ പോകാനും മറ്റ് സ്ഥലങ്ങളിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അവരവരുടെ കാര്യങ്ങൾ തന്നെ ചെയ്യാനായിട്ട് നമ്മൾ അവരെ സഹായിക്കണം. ഇതൊക്കെ നടക്കണമെങ്കിൽ, ഇതൊക്കെ യാഥാർത്ഥ്യമാകണമെങ്കിൽ നമുക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. നമ്മളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുന്നത്, പേരൻസ് മനസ്സിലാക്കുന്ന പോലെ വേറെ ആരും മനസ്സിലാക്കില്ല. അവർക്ക് നിങ്ങളുടെ അടുത്തുള്ള സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ അടുത്തില്ല. അത് മനസ്സിൽ വെച്ചുകൊണ്ട് സോ ലെറ്റ്സ് pledge to create a world where our children are valued, respected and empowered to shine. Together, let's spread awareness, compassion and understanding to make this world beautiful for everyone. Thank you.
ഞാൻ അഭിരാമി, ഡെവലപ്മെൻറ്റൽ തെറപ്പിസ്റ്റ്, CDC ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ്. കുഞ്ഞുങ്ങളിൽ മെഡിക്കൽ ഫോളോ അപ്പിനോടൊപ്പം തന്നെ ഡെവലപ്മെൻറ്റൽ ഫോളോ അപ്പും അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് മുതൽ ഏർലി ഐഡൻറ്റിഫിക്കേഷനും അതിനോടൊപ്പം തന്നെ ഏർലി ഇൻ്റർവെൻഷൻ തെറപ്പി പ്രൊവൈഡ് ചെയ്യുന്നതും അത്യാവശ്യമാണ്. ഞാൻ മേഘ അലീസ മാത്യു, ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ഒക്യുപേഷണൽ തെറപ്പിസ്റ്റാണ്. ഞാൻ അമൃത, സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റ്, ബിലീവേഴ്സ് സ്നേഹാർദ്രം CDCയിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് അജിത് VS. ഞാൻ ബിലീവേഴ്സ് സ്നേഹാർദ്രം CDCയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ജോഷ്ന തോമസ്, ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ. എൻ്റെ പേര് ആൻ ജോർജ്. ഞാൻ ബിലീവേഴ്സ് സ്നേഹാർദ്രം ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിലെ പേരൻറ്റ് കൗൺസിലറായിട്ട് പ്രവർത്തിക്കുന്നു. ഇന്ന് ഈ വേൾഡ് ഓട്ടിസം അവെയർനെസ് ഡേയിൽ എനിക്ക് ചെറിയ 2 മെസ്സേജ് പറയാനുണ്ട്. ഒന്നാമത്, നമ്മളാണ് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ വക്താക്കൾ. നമുക്ക് നമ്മളുടെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കുന്ന രീതിയിൽ വേറെ ആർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഡോക്ടേഴ്സ്, തെറപ്പിസ്റ്റ്, അവർക്കൊക്കെ ജനറലായിട്ട് ഈ ഒരു കണ്ടീഷൻ്റെ കാര്യങ്ങൾ അറിയാം. പക്ഷേ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ പ്രത്യേകതകൾ നമ്മളാണ് വിളിച്ചു പറയേണ്ടത്. നമ്മളാണ് അവരുടെ ശബ്ദം. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ഈ കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്ന അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വിഷമം. ആ കാരണത്താൽ തന്നെ നമ്മളുമായിട്ട് ഐ കോണ്ടാക്റ്റും നമ്മൾ അവരുടെ കൂടെ കളിക്കാൻ ചേരുമ്പോഴത്തേക്കും അവർ വലിയ ഇൻട്രസ്റ്റ് കാണിച്ചില്ലെങ്കിൽ പോലും നമ്മൾ അവരുമായിട്ട് എൻഗേജ് ചെയ്യാനായിട്ടുള്ള ഒരു എഫേർട്ട് നടത്തണം. തെറപ്പിയും തെറപ്പിസ്റ്റും ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ ഈ 2 കാര്യങ്ങളും നല്ല രീതിയിൽ നമ്മളെ സഹായിക്കും. എന്നാൽ നമ്മൾ ഈ തെറപ്പിയിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ വീടുകളിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ഏറെ ബെനിഫിറ്റ് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഓട്ടിസം ദിനത്തിൽ നമുക്കെല്ലാവർക്കും ചേർന്ന് നിന്ന് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കും. താങ്ക് യു.